സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ഇപ്പോൾ ലഭ്യമാണ്. 2026 ജൂൺ 30 വരെ മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് ഈ കാണുന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ് നടപടികൾ നടക്കുക. ആദ്യഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസുമാണ് നടത്തുന്നത്. കേരളത്തിൽ ജൂലൈ 1 മുതൽ 30 വരെയാണ് ഈ ഘട്ടം. 2ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയോടെയാകും നടക്കുക. ആദ്യഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ വീടുകളിലെത്തുന്നതിന് മുൻപ് തന്നെ കുടുംബനാഥനോ പ്രായപൂർത്തിയായ മറ്റേതെങ്കിലും അംഗത്തിനോ ഓൺലൈനായി വിവരങ്ങൾ സമർപ്പിക്കാം. ഇതിനായി ആദ്യം ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. സംസ്ഥാനം തെരഞ്ഞെടുത്ത് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഒരു OTP ലഭിക്കും. മാതൃഭാഷ മലയാളം സെലക്ട് ചെയ്യാനും സൗകര്യമുണ്ട്. OTP നൽകി വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുക. അവിടെ ഒരു മാപ്പ് നൽകിയിട്ടുണ്ട്. മാപ്പിൽ നിങ്ങളുടെ വീടിന്റെ സ്ഥലം അടയാളപ്പെടുത്തുക. കുടുംബങ്ങളുടെ പേരും വീടിന്റെ വിവരങ്ങളും കൃത്യമായി പൂരിപ്പിച്ച് സമർപ്പിക്കുക. സെൽഫ് എന്യൂമറേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ 11 അക്ക സെൽഫ് എന്യൂമറേഷൻ ID നിങ്ങൾക്ക് SMS വഴിയും ഇമെയിൽ വഴിയും ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തുമ്പോൾ ഈ സെൽഫ് എന്യൂമറേഷൻ ID അവർക്ക് കൈമാറണം. കെട്ടിട നമ്പർ, സെൻസസ് ഹൗസ് നമ്പർ, സെൻസസ് വീടിന്റെ ഉപയോഗം, കുടുംബ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകേണ്ടതില്ല. ഇവ ഉദ്യോഗസ്ഥർ നേരിട്ട് സന്ദർശിച്ചാണ് രേഖപ്പെടുത്തുക. തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ എന്യൂമറേറ്ററെ അറിയിക്കാനും അവസരമുണ്ടാകും. ആദ്യഘട്ട സെൻസസിൽ ആകെ 34 ചോദ്യങ്ങളാണ് ഉള്ളത്. വീടിന്റെ നിലം, ഭിത്തി, മേൽക്കൂര എന്നിവയുടെ നിർമ്മാണ സാമഗ്രികൾ, വീടിന്റെ അവസ്ഥ, കുടുംബാംഗങ്ങളുടെ എണ്ണം, കുടുംബനാഥന്റെ പേര്, ലിംഗം, സാമൂഹിക വിഭാഗം, വീടിന്റെ ഉടമസ്ഥാവകാശം, താമസമുറികളുടെ എണ്ണം, ദമ്പതിമാരുടെ എണ്ണം എന്നിവ ഇതിൽ ഉൾപ്പെടും. കുടിവെള്ളത്തിന്റെ ഉറവിടവും ലഭ്യതയും, വൈദ്യുതി, കക്കൂസ്, കുളിമുറി, അടുക്കള, LPG അല്ലെങ്കിൽ PNG കണക്ഷൻ, പാചക ഇന്ധനം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരം, റേഡിയോ, ടെലിവിഷൻ, ഇന്റർനെറ്റ്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ എന്നിവയുടെ ലഭ്യത, സൈക്കിൾ, സ്കൂട്ടർ, മോട്ടോർ സൈക്കിൾ, കാർ, ജീപ്പ്, വാൻ തുടങ്ങിയ വാഹനങ്ങളുടെ ലഭ്യത, കുടുംബം പ്രധാനമായി ഉപയോഗിക്കുന്ന ധാന്യം, മൊബൈൽ നമ്പർ തുടങ്ങിയ വിവരങ്ങളും ചോദ്യാവലിയിലുണ്ട്.